ഹായ് നമസ്കാരം. ഇന്ന് വളരെ വിഷമകരമായിട്ടൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കേരള സ്റ്റോറി എന്നൊരു സിനിമ കഴിഞ്ഞ വർഷക്കാലത്തിൽ വലിയൊരു വിവാദമായൊരു സിനിമയാണ്. നമുക്കറിയാം അത് പ്രൊപ്പഗൻഡ മൂവിയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. കാരണം നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു ചെറിയ സംഭവത്തിനെ പർവ്വതീകരിച്ച് അത് കൂടുതൽ പേരും കേരളത്തിലുള്ളവരെല്ലാം അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ, അതും പ്രത്യേക ഒരു മതവിഭാഗത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ആ സിനിമയ്ക്ക് വലിയ പ്രമോഷനും അതിൻ്റെ പേരിൽ പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു പ്രദേശത്തെ മൊത്തമായിട്ട് അന്യവൽക്കരിക്കുകയും അവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായിട്ടും വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ തന്നെ എടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ഒരു സിനിമയാണത്. നമ്മളെല്ലാവരും ആ കാലത്ത് തന്നെ അതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ കാര്യം പറഞ്ഞു വച്ചിട്ടുള്ളവരാണ്. നമ്മളും ഒരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ കൂടുതൽ ഇത്തരം സിനിമകൾക്ക് പ്രൊമോഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി അത്തരം കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നിത് പറയാതിരിക്കാൻ തരമില്ല. കാരണം അന്ന് ആ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകളും ഒക്കെ വാരിക്കോരി കൊടുത്തുകൊണ്ട് നമ്മുടെ സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഇതിനെ പ്രകീർത്തിച്ചു. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഇത്തരം രാഷ്ട്രീയക്കാരിൽ നിന്ന് ഇതല്ലാണ്ട് വേറൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അടുത്തതിൻ്റെ ട്രെയിലർ വന്നത്, ടീസറാണോ ട്രെയിലറാണെന്ന് അറിയത്തില്ല, പക്ഷേ അത് കണ്ട നിമിഷം വളരെയധികം വേദന തോന്നി. അതിലൊരു രംഗം കാണിക്കുന്നത് എങ്ങനെയാണ്, തീവ്രവാദികളാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം തീവ്രവാദികൾ എന്ന് തന്നെ പറയുന്ന രീതിയിലാണ് അതിലെടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ തീവ്രവാദികളുടെ ഭവനത്തിലെ സലീം എന്ന് പറഞ്ഞ പേരായിട്ടുള്ള ഒരാൾ, അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണെന്ന് തോന്നുന്നു, അത്ര സംശയിക്കപ്പെടുന്ന രീതിയിലുള്ള ആ സ്ത്രീകളും ചേർന്ന് ആ ലേഡീനെ, ഒരു മറ്റു മതസ്ഥിയായ സ്ത്രീയാണ്, ആ സ്ത്രീ ബീഫ് കഴിക്കില്ലെന്ന് പറയുന്നു. അപ്പോൾ ബീഫ് കുത്തിക്കയറ്റി വായിൽ കൊടുത്തുകൊണ്ട് എന്നാൽ ഇത് കഴിക്കുക പറഞ്ഞ രീതിയിൽ കൊടുക്കുന്ന രീതിയിലാണ് ഇതിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് ആ ട്രെയിലറിലെ ഒരു രംഗം. വളരെ വേദന തോന്നുകയാണ്. കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ? എന്നിട്ട് പടത്തിൻ്റെ പേരാണ് കേരള സ്റ്റോറി 2. കേരള സ്റ്റോറി 1 തന്നെ ഒരു അട്ടർ ബ്ലണ്ടറാണ്. പക്ഷേ വലിയ വിജയമാണ് അവിടെ നേടിയെടുത്തത്. നോർത്തിൽ നമുക്കെതിരെ വലിയ രീതിയിൽ അത് പ്രൊപ്പഗൻഡയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു, അത് കാശ് വാരുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ വളരെയധികം പിന്നോട്ടടിക്കുന്നൊരു കാഴ്ചയാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. വിദ്യാഭ്യാസം വിവരമുണ്ടായാലും ഒരു കാര്യവുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തിലെ ചിലരും ചെന്ന് ഭവിച്ചിട്ടുണ്ട്. അതും സുപ്രസിദ്ധ സിനിമാ താരങ്ങൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നുകയാണ്. ഇനി വരാനിരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ മറ്റു മതസ്ഥർക്കൊന്നും ജീവിക്കേണ്ടി വരില്ല എന്നാണ് ഈ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ അർത്ഥം. ഇതേ ഗവൺമെൻറ് തന്നെ തുടരുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ്. ഇനിയും ഈ ഒരു വീഡിയോ ഇനി ചെയ്യാതിരിക്കാൻ തരമില്ല. നിങ്ങളുടെ അഭിപ്രായം പറയുക.